നമസ്കാരം. ആദ്യ പകുതിയിൽ പെനാൽറ്റി പാഴാക്കി നിരാശപ്പെടുത്തിയ ലോകോത്തര സ്ട്രൈക്കർ. എന്നാൽ രണ്ടാം പകുതിയിൽ സർവ്വതും വീണ്ടെടുത്ത് എതിരാളികളുടെ വല തുളച്ച ക്യാപ്റ്റൻ. വിസ്മയ ഫോം തുടരുന്ന കിലിയൻ എംബാപ്പയുടെയും ഒസ്മാൻ ഡെബല്ലയുടെയും ചിറകിലേറി ഫ്രാൻസ് വീണ്ടും ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ. ബോസ്റ്റണിൽ നടന്ന ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കീഴടക്കിയാണ് ലെ ബ്ലൂസ് തങ്ങളുടെ തുടർച്ചയായ 3ാം ലോകകപ്പ് സെമി ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. ആദ്യ പകുതിയിൽ മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോനുവിന്റെ അവിശ്വസനീയ പ്രതിരോധത്തിനു മുന്നിൽ പതറിയെങ്കിലും രണ്ടാം പകുതിയിൽ ആഫ്രിക്കൻ പ്രതിരോധത്തിന്റെ കോട്ടകൾ തകർത്തെറിഞ്ഞ ടോട്ടൽ ഫുട്ബോൾ വിരുന്നാണ് ഫ്രഞ്ച് പട പുറത്തെടുത്തത്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റ് മുതൽ ഫ്രാൻസ് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. 4ാം മിനിറ്റിൽ ഡയോട്ട് ഉപമെഖാനയുടെ ഹെഡർ അവിശ്വസനീയമായ പോയിന്റ് ബ്ലാങ്ക് സേവിലൂടെ തടഞ്ഞ് മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോനുവാണ് ആദ്യം താരമായത്. 25ാം മിനിറ്റിൽ എംബാപ്പയെ ബോക്സിനുള്ളിൽ നുസ്രൈ മസ്രാവി ഫൗൾ ചെയ്തതിനെ തുടർന്ന് ഫ്രാൻസിന് അനുകൂലമായി റഫറി പെനാൽറ്റി വിധിച്ചു. എന്നാൽ കിക്കെടുത്ത ഫ്രഞ്ച് ക്യാപ്റ്റൻ എംബാപ്പയ്ക്ക് പിഴച്ചു. താരം തൊടുത്ത ദുർബലമായ ഷോട്ട് കൃത്യമായി വായിച്ചെടുത്ത ബോനു പന്ത് അനായാസം കൈപ്പിടിയിൽ ഒതുക്കി. പിന്നാലെ ഡെസീറെ ഡുവയുടെ ഗോളെന്നുറച്ച ഷോട്ടും ലൂക്കാസ് ഡിഗ്നയുടെ ക്രോസ് ബാറിൽ തട്ടിത്തെറിച്ച ലോങ് റേഞ്ചറുമെല്ലാം ആദ്യ പകുതിയിൽ ഫ്രാൻസിന് ഗോൾ നിഷേധിച്ചു. ആദ്യ പകുതിയിൽ മൊറോക്കോയെ പൂർണ്ണമായും സ്വന്തം ബോക്സിലേക്ക് തള്ളിവിട്ട് ഫ്രാൻസ് 13 ഷോട്ടുകൾ പായിച്ചപ്പോൾ പരിക്ക് മൂലം മുൻനിര താരം ഇസ്മയിൽ സൈബാരി ഇല്ലാതെ ഇറങ്ങിയ മൊറോക്കോയ്ക്ക് ഒരേ ഒരു ഷോട്ട് മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത്. രണ്ടാം പകുതിയിൽ ബോനുവിന്റെ പ്രതിരോധ മതിലിനും മൊറോക്കൻ വന്യതയ്ക്കും ഫ്രാൻസിന്റെ സർവ്വതന്ത്ര ആധിപത്യത്തെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. ആദ്യ പകുതിയിൽ വരുത്തിയ പിഴവിന് 60ാം മിനിറ്റിൽ എംബാപ്പെ മനോഹരമായി പ്രായശ്ചിത്തം ചെയ്തു. ബോക്സിന് പുറത്തു നിന്ന് തൊടുത്ത തകർപ്പൻ ബോക്സ് ടു ബോക്സ് കേളിംഗ് ഷോട്ട് ബോനുവിനും ഇസാ ദിയോപ്പിനും യാതൊരു അവസരവും നൽകാതെ മൊറോക്കൻ വലയുടെ ടോപ്പ് കോർണറിലേക്ക് തുളച്ചു കയറി. ഗോൾ വീണതോടെ സമനിലയ്ക്കായി മൊറോക്കോ മുന്നോട്ട് കയറിയ അവസരത്തിൽ 66ാം മിനിറ്റിൽ ഫ്രാൻസ് അടുത്ത പ്രഹരമേൽപ്പിച്ചു. എംബാപ്പയുടെ കൃത്യതയാർന്ന അസിസ്റ്റിൽ നിന്ന് പന്ത് സ്വീകരിച്ച ഒസ്മാൻ ഡെബാലെ ബോനുവിന്റെ കൈകളെ മറികടന്ന് പന്ത് താഴത്തെ വലതുമൂലയിലേക്ക് തള്ളിവിട്ടതോടെ ബോസ്റ്റണിലെ സ്റ്റേഡിയം ഫ്രഞ്ച് ആരാധകരുടെ ആവേശക്കടലായി മാറുകയായിരുന്നു. എന്തായാലും ഈ ലോകകപ്പിൽ തോൽവി അറിയാതെ 5ാം വിജയവും പൂർത്തിയാക്കിയാണ് ദിദിയർ ദെഷാമിന്റെ സംഘം സെമിയിലേക്ക് കുതിക്കുന്നത്. തങ്ങളുടെ മുൻനിര താരങ്ങൾക്ക് കൃത്യമായി വിശ്രമം നൽകാനും സബ്സ്റ്റിറ്റ്യൂഷനുകൾ വഴി കളി നിയന്ത്രിക്കാനും ഫ്രാൻസിന് സാധിക്കുന്നുണ്ട്.